ഹലോ. ഹലോ ഹലോ ആ ലിയാഖത്തല്ലേ? അതെ. ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതായത് പഠിച്ചോനെ. ആ, ഞാൻ പഠിച്ചോന്റെ ഡൗട്ടുകൾ തന്നെയാണ് ഇത് ഫുള്ള്. ഇവിടെ ഇപ്പൊ എനിക്ക് ഇവിടെ ഇരിക്കപ്പുറത്ത് ചെയ്യാ. ഉം, ഞാനേ ഉം, ചെറിയൊരു ഡൗട്ട്. നമ്മള് ഇപ്പൊ ഇവരെ ഇതുണ്ടല്ലോ, അല്ലെ വെറുതെ നമ്മളെ ഇസ്ലാമിന്റെ പഠിച്ചോന്റെ ഉം, ഇതുണ്ടല്ലോ, ഉം, നിയമപ്രകാരം ഇപ്പോ പെങ്ങന്മാരും ഉമ്മാരും നമുക്ക് അനുവദനീയല്ലല്ലോ. ഉം, പക്ഷെ നമ്മളെ യുക്തിവാദ പ്രകാരം ഉം, അതായിരിക്കും ഉം, അതിന് വേറെ മറ്റേ സാധനമൊക്കെ മുത്തുവൊക്കെ ഉണ്ട്. ഉം, അപ്പോ ഉം, ഇവർക്ക് ഡൗട്ട് നമ്മക്ക് എന്ത് ചെയ്യാ, അപ്പൊ ഉം, ഈ എത്തിസ്റ്റുകളായിട്ടുള്ളവർക്ക് ഉം. ഇത് ചെയ്യാൻ പറ്റൂലെന്ന്, പെങ്ങളെ കെട്ടാൻ പറ്റൂല നമ്മളിപ്പോ നിയമപ്രകാരം. ഞാൻ പറഞ്ഞു ഇവരോട് നമ്മളെ നമ്മള് രാജ്യത്തിന്റെ നിയമം നോക്കിയിട്ട്. യുക്തിവാദികളുടെ യുക്തിയിലും ഇല്ല. ആ പിന്നെ നമ്മള് ജീവിക്കുന്ന മതേതര ഭരണകൂടങ്ങളുടെ കീഴിലൊന്നും അങ്ങനത്തെ അനുവാദമല്ല. അങ്ങനത്തെ ആ ഓപ്ഷൻ ആകെ ഉള്ളത് ഇസ്ലാമിലാണ്. ഇസ്ലാമില് സ്വന്തം മകളെ കല്യാണം കഴിക്കാൻ പറ്റുന്ന ഏക സാധ്യത ഉള്ളത് ഇസ്ലാമിലാണ്. അത് ഏതിലാ ഉള്ളത്? ഇവർക്ക് അപ്പൊ തെളിവ് വേണ്ടി വരും. നമ്മളെ ഉം. ഏതെങ്കിലും സ്വയം ബുഖാരിയിലോ അല്ല, ഏതിലാ ഉള്ളത്? ഫിഖഹിലുണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഏതാ ഫിഖഹല്ലേ. 12ാം ക്ലാസ്? ഫത്തുൽ മൊയിനിലുണ്ട്. ഉം. അത് അംഗീകരിക്കും നിങ്ങള്? പത്തുൽ മുഈൻ ഒരിക്കലും ഇല്ലല്ലോ. വായിച്ചോട്ടെ അതിന്റെ ഇതൊന്നും നിങ്ങൾ അതിന്റെ ഓലത്തന്നെ കൊടുക്കി. ഓരൊക്കെ ലൗഡ് സ്പീക്കറാ കേൾക്കുന്നുണ്ട്. ഓലോട് അപ്പോ സംസാരിക്കുമ്പോഴല്ലേ ഒരു സുഖം. ഓലെന്താ ഫത്തുൽ മൊയിൻ അംഗീകരിക്കൂലാത്തത്? അല്ല ചില ഇവരെ കർമ്മശാസ്ത്ര ഗ്രന്ഥം ഞാൻ ചോദിക്കാം, സിമ്പിൾ ആയിട്ട് ചോദിക്കാം. അപ്പൊ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. ഉം, ഒരു നോർമൽ ഡൗട്ടാണ്. ഉം, ഇപ്പൊ നമ്മൾ 10 പേരെ ഒരു 10 പേരെടുത്തു. എക്സാമ്പിൾ 10 ഉം, നിരീശ്വരവാദികളും ഉം, 10 വിശ്വാസികളും. ഉം. ഇവരുടെ മോറൽ വാല്യൂസ് കമ്പാരിറ്റീവ്ലി കൂടുതൽ ആർക്കായിരിക്കും? മോറൽ വാല്യൂസ്, അതായത് മോഷ്ടിക്കാൻ പാടില്ല, ഉം. പിന്നെ ഇതായിട്ടുള്ള ഈ മോറൽ വാല്യൂസും മതവും തമ്മിൽ എന്താ ബന്ധം ഒന്ന് പറഞ്ഞുതരൂ. അതായത് മതങ്ങളിൽ നിന്ന് മോറൽ വാല്യൂസ് കൈമാറ്റപ്പെട്ടിട്ടുണ്ട്. നല്ലൊരു മനുഷ്യൻ, നല്ലൊരു വ്യക്തിയായിട്ട് ഷഫീഖ് ഒന്ന് ഇയാള് സംസാരിച്ചോട്ടെ. പിന്നെ ഒന്ന് പറയാം, എന്താണ് മോറൽ വാല്യൂ? മുഹമ്മദ് നബി മോഷ്ടിച്ചിട്ടുണ്ടോ? മോശിച്ചിട്ടുണ്ടോന്നോ? എന്താ കൊള്ള ചെയ്തിട്ടുണ്ടോ? മനസ്സിലായില്ല. മുഹമ്മദ് നബി കൊള്ള അടിച്ചിട്ടുണ്ടോ? കൊള്ള ചെയ്തിട്ടുണ്ടോ? കൊള്ള ചെയ്തിട്ടുണ്ടോ വെച്ച് കഴിഞ്ഞാല് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട്. യുദ്ധത്തിന്റെ ഒരു റൂൾസ് വെച്ചിട്ട് അത് ഡിഫീറ്റ് അതായത് ചെയ്യപ്പെടുന്നവരുടേത് അവർ പിടിച്ചെടുക്കുമല്ലോ. ഒരു ഗോത്രത്തെ ആക്രമിച്ച് അവരുടെ സമ്പത്ത് കൈക്കലാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത്. അത് മോശം യുദ്ധത്തിന്റെ സ്വഭാവം പിന്നെ എങ്ങനെയാണ്? യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയല്ലേ? അല്ല, യുദ്ധം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല. അപ്പൊ യുദ്ധത്തിന്റെ എന്താണ് അവര് ഫൈനൽ എന്താണ് ഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുദ്ധമില്ല. ഗോത്രങ്ങളെ ആക്രമിച്ച് സമ്പത്ത് കീഴ്പ്പെടുത്തിയിട്ടുണ്ടോ ചോദിച്ചത്. യുദ്ധത്തിൽ എന്തെങ്കിലും പെറുക്കി കൂട്ടിയെന്നല്ല ചോദിച്ചത്. പോട്ടെ, അല്ല, സമ്പത്ത് പോട്ടെ, അത് വെച്ച് കമ്പയർ ചെയ്യണ്ട. അടിപൊളി. അതായത് നിങ്ങൾ ഈ പറഞ്ഞ മൊറാലിറ്റി പഠിപ്പിക്കാൻ വന്ന ആളല്ലേ മുഹമ്മദ് നബി, അല്ലേ? ഓക്കെ, സമ്മതിച്ചു. ഞാൻ അതല്ല അത്രേ ഉള്ളൂ കഥ. അല്ല, ഞാൻ ചോദിച്ചതിനൊരു കറക്റ്റ് ആൻസർ നിങ്ങൾ മൊറാലിറ്റി എന്ന് പറയുന്നത് ഓരോ മനുഷ്യർക്കാണ് ഉണ്ടാവുക. ഇപ്പോ സ്കൂളുകളിലാണോ മദ്രസകളിലാണോ ഏറ്റവും കൂടുതൽ കുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെടുന്നത്? അറിയില്ല, ഞാൻ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കോളി നിങ്ങള്. പറഞ്ഞുതരാം. സ്കൂൾ ടീച്ചർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്യാ, മദ്രസ ഉസ്താദ് എന്ന് സെർച്ച് ചെയ്യാ. ഈ രണ്ട് സമയത്തും വരുന്ന റിസൾട്ട് എന്താണ് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, ഞാൻ പറയട്ടെ. ഇപ്പൊ അത് ഈ മുസ്ലിം മൊറാലിറ്റി എന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ അങ്ങനെ ഒരു കുട്ടിനെ പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഉസ്താദ് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അയാൾ ഇസ്ലാമിക നിയമങ്ങൾ പാലിച്ച് ജീവിക്കുന്ന ആളല്ലാന്നേ ഞാൻ പറയുള്ളൂ. അയാൾ മുസ്ലിം നാമധാരി എന്നേ ഞാൻ പറയുള്ളൂ. ശരി, നിങ്ങളെ പോയിന്റിലേക്ക് വരാം. 10 നിരീശ്വരവാദികളും 10 നിരീശ്വരവാദികളും 10 മുസ്ലിങ്ങളും എടുത്താല് എന്ന് നിങ്ങൾ ചോദിച്ച ചോദ്യം എത്ര അപ്രസക്തമാണെന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിലായില്ലേ? ഒരാൾ മുസ്ലിം ആണെന്ന് പറയുന്നതുകൊണ്ടോ ഒരാൾ നിരീശ്വരവാദിയാണ് എന്നതുകൊണ്ടോ അല്ല ഒരാൾ മൊറാലിറ്റി ഉള്ള ആളാവുന്നത്. അത് അയാൾക്ക് മൊറാലിറ്റി ഉണ്ടാവുമ്പോഴാണ്. അയാൾക്ക് മൊറാലിറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ മോറൽ വാല്യൂസ് കൊടുക്കുന്നത് കൂടുതൽ മതങ്ങളിൽ വഴി അല്ലേന്ന് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടോ? നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതൊരു നമ്മുടെ രാജ്യത്തൊക്കെ ഉള്ള ഒരു പരിമിതിയാണ്. ഈ മോറൽ സ്റ്റഡീസ് ഒക്കെ നമ്മുടെ സ്കൂളുകളിലൊക്കെ ഉണ്ട്.
പക്ഷെ നമ്മളുടെ നാട്ടിലെ പൊളിറ്റിക്സ് അനുസരിച്ചിട്ട് നമ്മളെ നാട്ടിലെ പല സ്ഥലങ്ങളിലും ഇപ്പം വിദേശ രാജ്യങ്ങളിൽ ഈ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലൊക്കെ മൊറാലിറ്റി സ്കൂളിൽ നിന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. മനുഷ്യന് കരുണ, ദയ, സ്നേഹം, വാത്സല്യം തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ പരിപോഷിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും ട്രെയിനിങ്ങും ഒക്കെ സ്കൂളുകളാണ് കൊടുക്കുന്നത്. നമ്മളെ നാട്ടില് പിന്നെ മൊറാലിറ്റി ഒക്കെ തന്നെ കുട്ടികൾക്ക് ഉണ്ടാവും എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ടാണോ അല്ലേ അറിയില്ല, മോറൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞത് വളരെ പരിതാപകരമായിട്ടുള്ള അല്ല നമ്മൾ അക്കാദമിക് എന്താ വെച്ച് ഞാൻ കഴിഞ്ഞാല് പറഞ്ഞ് ഉം, കംപ്ലീറ്റ് ചെയ്യട്ടെ. ഉം, അങ്ങനെയാണ് ചെയ്യുന്നത്. എന്റെ ഒക്കെ അഭിപ്രായത്തിൽ മോറൽ സ്റ്റഡീസ് മതങ്ങളല്ല ശരിക്കും പഠിപ്പിക്കേണ്ടത്. ഒന്ന് മൊറാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സൊസൈറ്റി ആയിട്ട് ജീവിക്കുമ്പോൾ, ഇപ്പൊ മലയാളികൾ കേരളത്തിൽ നമ്മളൊരു കൂട്ടം മനുഷ്യർ ഇവിടെ ജീവിക്കുമ്പോൾ ഈ കേരളത്തിന്റെ തനത് ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പൊതുവിൽ പരസ്പരം പാലിക്കേണ്ടുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. ഉം, അത് ഉം, കാലഘട്ടത്തിനനുസരിച്ചും സാഹചര്യത്തിനനുസരിച്ചും ഒക്കെ മാറും. ഉം, അത് ഉം. പുതിയ പുതിയ കാര്യങ്ങൾ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മൾ പണ്ടൊക്കെ ബസ് കയറുമ്പോൾ വികലാംഗർ എന്നൊരു ബോർഡ് ഉണ്ടായി, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ എനിക്കറിയില്ല. ആ, ഇപ്പൊ നമ്മൾ ഉണ്ട് അങ്ങനെ ഉണ്ട് ഉണ്ട് എഴുതലില്ല. ഉണ്ട് കാരണം എന്താ ഉണ്ട്. വെച്ചാല് ഓക്കെ ഓക്കെ. അപ്പൊ ഡിഫറently ഏബിൾഡ് എന്നാണ് ഇപ്പൊ നമ്മൾ കൊടുക്കുക. ഡിഫറെന്റ് ആബിലിറ്റി ആ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ആ വികലാംഗർ എന്ന് പറയുന്നത് ഒരു അധിക്ഷേപപരമായിട്ടുള്ള വാക്കായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു. അത് നമ്മൾ പുതിയ അറിവാണ്. പുതിയ അറിവാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഒരു സമൂഹത്തില് നമ്മളെപ്പോലെ എല്ലാ മനുഷ്യരും തുല്യമായിട്ടുള്ള അന്തസ്സും അവകാശവും ഉള്ളവരാണ് എന്ന ഹ്യൂമാനിറ്റിയുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിളിൽ നിന്നുകൊണ്ടാണ് ഈ മൊറാലിറ്റി ഡിഫൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡിഫൈൻ ചെയ്യാൻ മാത്രമല്ല, അതിങ്ങനെ റിഫൈൻ ചെയ്യും, പുതുക്കിക്കൊണ്ടിരിക്കും. ഓക്കെ, ഞാൻ മനസ്സിലായോ? സമ്മതിച്ചു, ഞാൻ അങ്ങനെയാണ്. സമ്മതിച്ചു. ഒരു ഇപ്പൊ മിനിറ്റ്, അതാണ് മൊറാലിറ്റി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നിങ്ങള് ഒരു ബൈക്ക് ഓടിച്ചു പോവാണ്. നിങ്ങൾ ബൈക്ക് ഓടിക്കുന്നതിന് മുമ്പ് ലൈസൻസ് എടുക്കണം എന്ന് ഇസ്ലാമിൽ നിയമമുണ്ടോ? ഇല്ല ഇല്ല. നിങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോ ലൈസൻസ് എടുക്കാൻ ശ്രമിക്കുന്നില്ലേ? കാരണം ഇസ്ലാമിക നിയമങ്ങൾ എന്ന് പറഞ്ഞ ഖുർആനെ അവതരിച്ചപ്പോ ഈ സംഭവം ഇല്ല. ഇല്ലായിരുന്നു. അപ്പൊ അങ്ങനെ അന്നില്ലാത്ത കുറെ കാര്യങ്ങളിൽ നിങ്ങൾ മോറലായിട്ട് ജീവിക്കുന്നത്, അത് നിങ്ങൾ നരകത്ത് പോകുന്ന പേടിച്ചിട്ടൊന്നല്ലല്ലോ. ഞാൻ അതിലേക്ക് വരാം. അല്ല, ഞാൻ പറയാം. ഇപ്പൊ അപ്പൊ മൊറാലിറ്റി മതങ്ങളല്ല പഠിപ്പിക്കുന്നത്, മതങ്ങൾ പഠിപ്പിച്ചത്. ഞാൻ പറഞ്ഞുതരാം, ഒരു മിനിറ്റ്. അപ്പൊ മതങ്ങൾ എന്താ മൊറാലിറ്റിയെ പഠിപ്പിക്കുന്നത്? മതം ഒരു സൊസൈറ്റി ആയിട്ട് ഒരു ഗോത്രമായി ജീവിക്കാൻ തുടങ്ങുമ്പോ ഇസ്ലാം ഒരു മഹാഗോത്രമായിട്ട് അവിടെ പ്രത്യേകമായിട്ട് ഒരു ഗോത്രീയതയിലേക്ക് പോകുമ്പോ ആ ഗോത്രത്തിനകത്തുള്ള മനുഷ്യർ പരസ്പരം ചെയ്യേണ്ടുന്ന മൊറാലിറ്റികൾ അവിടെ ഡിഫൈൻ ചെയ്യപ്പെടും. അങ്ങനെ ഇസ്ലാമിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതാണ് ഇസ്ലാമിൽ ആ ഒരു ചെയ്തിട്ടുള്ളത്. മൊറാലിറ്റി ആ ഗോത്രത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നല്ലോ. ആണ്. അതായത് എങ്ങനെ പലതും ഇമ്മോറലാണ്. പട്ടിണി കിടക്കുമ്പോ നമ്മൾ വയറ് നിറക്കരുത് എന്ന് പറഞ്ഞിട്ട് അത് ലൈഫ് ലോങ് ഈ വേൾഡ് അവസാനിക്കുന്നവരെ മൊത്തം ജനങ്ങൾക്ക് മനുഷ്യന്മാർക്കുള്ള ഒരു സന്ദേശല്ലേ. അത് അവിടെ ഒതുങ്ങിയിട്ടില്ലല്ലോ ആ സന്ദേശം. പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്ന മൊറാലിറ്റിനെ കുറിച്ച് നിങ്ങൾ പറയുമ്പോ ഞങ്ങൾക്ക് ഒരു കഥ പറഞ്ഞുതരാം. മുഹമ്മദ് നബി മക്കാരുടെ ഉപരോധത്തിന്റെ ഭാഗമായിട്ട് ദൂരെ എനിക്കൊരു സ്ഥലം എനിക്ക് ഓർമ്മ, തായിഫിലാന്ന് തോന്നുന്നു. അവിടെ കുറച്ച് ദൂരത്ത് പോയിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിൽ ഇരുന്നതും കുട്ടികൾ ഭ്രാന്തനാണ് എന്ന് പറഞ്ഞിട്ട് കല്ലെടുത്തെറിഞ്ഞതും കഥകൾ കേട്ടിട്ടില്ലേ? എന്നിട്ട് മുഹമ്മദ് നബിന്റെ കാലിൽ നിന്ന് ചോര വീണു, മീൻസ് ചോര തുള്ളികൾ വന്നു, എന്നിട്ട് ഒരു മുന്തിരിത്തോട്ടത്തിൽ പോയി ഒളിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു കഥ കേട്ടിട്ടുണ്ട് നിങ്ങള്? നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അത് നിങ്ങൾ ഒന്ന് ചോദിച്ചാൽ മതി ഉസ്താദനോട്. അങ്ങനെ തോട്ടത്തിലിരിക്കുന്ന മുഹമ്മദിനെ കണ്ടിട്ട് മക്ക ഖുറൈശികളായിട്ടുള്ള ആളുകളിൽ പെട്ട രണ്ടാൾക്കാര്, ഉത്തുബത്തും ഷൈബത്താണോ എനിക്ക് ഓർമ്മയില്ല, ഈ രണ്ടുപേര് ആ തോട്ടത്തിൽ ദൂരെ നിന്ന് മുഹമ്മദിനെ കാണുകയാണ്, മുന്തിരി തോട്ടത്തിൽ നിന്ന്. അപ്പൊ ഇവര് പറഞ്ഞു, കുറച്ച് മുന്തിരി എടുത്തിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് പിന്നെ ഇത് കൊണ്ടുപോയിട്ട് മുഹമ്മദിന് കൊടുക്ക്, അവന് വിശക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു. ആരാ ചെയ്യുന്ന അറിയോ എനിക്ക്? മക്ക ഖുറൈശികള്. മക്ക ഖുറൈശികള്? മുഹമ്മദിനെ കൊല്ലാൻ നടക്കുന്നവര്, ജാഹിലീങ്ങള്. ഈ ഉത്തുബത്തും ഷൈബത്തും മുഹമ്മദ് നബിക്ക് വിശക്കുന്നവന്റെ ഭക്ഷണം കൊടുക്കുന്നത് ഖുർആൻ വചനം ഇറങ്ങിയത് കേട്ടിട്ട് അനുസരിച്ചിട്ടൊന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്, മനുഷ്യർക്ക് സഹജമായിട്ടുള്ള ഒരു സാധനം. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു ചെറിയ പട്ടിക്കുട്ടി റോഡിന്റെ സൈഡിലേക്ക് ഇങ്ങനെ കയറി കിടക്കണം. അതിനെന്തോ കാലിന് വയ്യ. അവിടുന്ന് എടുത്തിട്ട് റോഡ് സൈഡിലേക്ക് ഇടണമെങ്കിൽ നിങ്ങൾ കിതാബിലൊക്കെ നോക്കണോ? ഇത് ചെയ്താൽ കൂലി കിട്ടുമോ എന്നൊക്കെ അന്വേഷിക്കും നിങ്ങൾ? അന്വേഷിക്കൂല. പക്ഷെ സഹജമാണ്. അപ്പൊ ചില ആളുകളെങ്കിലും കൂലി പ്രതീക്ഷിച്ച് ചെയ്യൂലേ. അതുകൊണ്ട് ഒരാൾ ബിസി ആയിട്ട് തിരക്കിൽ പോവാണ്, അപ്പൊ ഇത് ചെയ്താൽ കൂലി കിട്ടൂല എന്ന് പ്രതീക്ഷ ആ തടസ്സം അവിടുന്ന് മാറ്റി കൊടുത്താൽ അവൻ മോറലാണോ അവൻ പിന്നെ സെൽഫിഷ് ആണോ? അവിടെ രണ്ടും സംഭവിച്ചില്ലേ. മോറലും സംഭവിച്ചു, അവനക്ക് അത് വലിയൊരു പ്രതിഫലവും കിട്ടി. ഞാൻ പറയുന്നത് അയാളുടെ ബേസിക് നേച്ചർ എന്താണെന്ന്. സെൽഫിഷ് ആണ്. ഇപ്പൊ ഞാൻ പറയാം, ഇപ്പൊ മോഷ്ടിക്കുന്ന ഒരാള്, ഇപ്പം ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട് മോഷ്ടിക്കരുത്, അതുകൊണ്ട് ഞാൻ മോഷ്ടിക്കുന്നില്ല എന്ന് പറയുന്ന ഒരാള്
മോഷ്ടാവാണ്. അവന്റെ ചിന്തയിൽ മോഷണം തെറ്റായതുകൊണ്ടല്ല. ആ മോഷ്ടിച്ചാൽ പടച്ചോനെങ്ങാനും നരകത്തിലിട്ടാന്ന് പേടിച്ചിട്ടാണ്. ഓക്കെ, സമ്മതിച്ച്. പക്ഷെ ആ ഒരു ആക്ട് കൊണ്ട് അതിൽ നിന്ന് ആ സത്യത്തിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി അവിടെ നടക്കുന്നില്ലല്ലോ. അങ്ങനെയല്ല ഇത് നടക്കേണ്ടത് എന്നാണ് ഞാൻ ആ പറഞ്ഞത്. അല്ല, അങ്ങനെയല്ല അപ്പൊ മൊറാലിറ്റി ഒരു ഡെവലപ്പ് ചെയ്യുന്നത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവനെ പിന്തിരിപ്പിക്കാൻ അങ്ങനെ ഒരു നിയമെങ്കിലും ഉണ്ട്. ഒരു യുക്തിവാദിയെ സംബന്ധിച്ചോളം അവനെ അതിന്റെ പിന്തിരിപ്പിക്കാൻ ആവശ്യമില്ലാന്ന്. ഒന്നുമില്ല. ഒരു ആ യുക്തിവാദിയെ സംബന്ധിച്ച് ഇതിന്റെ അതെങ്ങനെ? അത് ആവശ്യമില്ല. എല്ലാ യുക്തിവാദികളും അങ്ങനെയാന്ന് നിങ്ങൾക്ക് എങ്ങനെ എല്ലാ ഉറപ്പ് പറയാൻ പറ്റും? മുസ്ലിങ്ങളും ഇങ്ങനെയാണ്. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഇപ്പൊ സ്വർഗം കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ മദ്രസയിലെ പുസ്തകം പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്ന ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന എന്തുകൊണ്ടാ? എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാ. നിങ്ങൾക്ക് എന്താ ഉറപ്പ്? അത്രേ ഉറപ്പന്നെ ഉള്ളൂ. ഞാൻ പറയുന്നത് ഇതിന്റെ അടിസ്ഥാനം എന്താണെന്നാണ്. അടിസ്ഥാനം എന്റെ പോയിന്റ് എന്താണ്? ഇത്രേ ഉള്ളൂ. ഇപ്പൊ യുക്തിവാദികൾ നിങ്ങൾക്ക് ഏത് ഗ്രന്ഥത്തിൽ നല്ലത് പറയുന്ന ഒന്നും അങ്ങനത്തെ ഒന്നും സുഹൃത്തെ, അങ്ങനെ രേഖപ്പെടുത്തിയിട്ടില്ല. അതാ പറഞ്ഞത്. മൊറാലിറ്റി ആ എന്ന് പറയുന്നത് ഒരു സമൂഹത്തിൽ പൊതുവിൽ പാലിക്കപ്പെടുന്ന സെറ്റ് ഓഫ് റൂൾസ് ആണ്. അതായത് എല്ലാവരും അംഗീകരിക്കുന്ന. അപ്പൊ നിങ്ങള് റോട്ടിക്ക് ഇറങ്ങിയിട്ട് പിന്നെ പോലീസ് പിടിക്കുന്ന പേടിച്ചിട്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് വെക്കുക, അതോ നിങ്ങളെ തല പൊട്ടും എന്ന് പേടിച്ചിട്ടാണോ? രണ്ടും ചിന്തിച്ച് വെക്കണവരുണ്ട്. ചിലവർക്ക് അല്ല, ഏതാണ് പൈസ അതിൽ പോവാന്ന് ശരിയായ വിചാരിച്ചിട്ട് ചിന്ത? ചിന്തിച്ചിട്ടുണ്ട്. ഏതാണ് ഒരു പൗരബോധമുള്ള ഉത്തരവാദിത്തമുള്ള ഒരു പൗരന്റെ ചിന്ത? എന്താണ്? സ്വയം രക്ഷിച്ച് ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ചിന്തയാണ് നല്ലത്. നമ്മക്കും ആ അതുവഴി ഇപ്പൊ നിങ്ങളും വേറൊരു ഓട്ടോറിക്ഷക്കാരനും ഒരു രാവിലെ മുതൽ 500 600 വാടക ഓട്ടോറിക്ഷ എടുത്ത് ഓടുന്ന ഒരു ചങ്ങാതി, ആ ആ ചങ്ങാതിയുടെ ഓട്ടോയും നിങ്ങൾ ഓടിക്കുന്ന ബൈക്കും കൂട്ടിയിടിച്ചു. നിങ്ങളുടെ ഹെൽമെറ്റ് വെച്ചിട്ടില്ലാത്തതുകൊണ്ട് നിങ്ങൾ തല റോട്ടിൽ തട്ടി മരിച്ചു. ഉം, നിങ്ങളെ മാത്രം പ്രശ്നമാണോ? അല്ല. ഉം, അത് ഉം, സാമൂഹിക ഉത്തരവാദിത്തമാണ്. ഉം. അതുകൊണ്ടാണ് നിങ്ങൾ ഹെൽമെറ്റ് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിന്ന് പോലീസ് ഫൈൻ ഈടാക്കുന്നത്. അത് നിങ്ങളത് ചെയ്യാൻ പ്രേരിപ്പിക്കുകയാണ്. പക്ഷെ എങ്ങനെയാണ് നമ്മൾ ഇത് പറയേണ്ടത്? ഇപ്പൊ പോലീസുകാരൊക്കെ പലതും നിന്നിട്ട് പല കാര്യങ്ങളിലും ബോധവൽക്കരണം നടത്തുന്ന കണ്ടിട്ടില്ലേ? ഫൈൻ അടിക്കാതെ അവർ നിന്നിട്ട് പറഞ്ഞുതരും, ഇങ്ങനെ ചെയ്യണം, ഇത് ചെയ്യണം, ഉത്തരവാദിത്തമാണ്. ഈ മോറൽ സെൻസ് അല്ലെങ്കിൽ ഈ സിവിക് സെൻസ് കൂടുതലായിട്ട് നമ്മൾ മതേതരമായിട്ട് തന്നെ പഠിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അത് ഇൻസ്റ്റിറ്റ്യൂഷണലായിട്ട് ചെയ്യേണ്ടതുണ്ട്. അതിൽ നിങ്ങളെ വിമർശനം ഞാൻ എടുക്കുന്നു. അത് ഞാൻ എന്റെ പ്രവർത്തന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾക്ക് ഈ മൊറാലിറ്റി പഠിപ്പിക്കാൻ മദ്രസകളെയും പള്ളികളെയും അമ്പലങ്ങളെയും ആശ്രയിക്കുന്ന ഗതികേടാണ് ഇങ്ങനെ ഇത്രയും വലിയ തെറ്റിദ്ധാരണ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള കാരണം. മനുഷ്യന് മൊറാലിറ്റി എന്ന് അല്ല, പറയുന്നത് മറ്റേ മദ്രസകളും ഇതും വേണമെന്നൊന്നുമില്ല. കാരണം ഗുണപാഠ പുസ്തകങ്ങൾ ചെറിയ കുട്ടികൾക്കുള്ള അതാ പറഞ്ഞത്. അത് കഥകളുണ്ടല്ലോ, ആ മൂല്യങ്ങള് നമുക്ക് മതഗ്രന്ഥം നിന്ന് മാത്രം കിട്ടുന്നതല്ലാന്ന്. ഇപ്പൊ നിങ്ങൾ ആ പറയുന്ന ഒരു അല്ല, ഇസ്ലാമിസ്റ്റുകൾ ഞാൻ പറയുന്ന അതിന് ഒരു മാത്രം കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം ഇസ്ലാമിന് കുറച്ചും കൂടി അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഇല്ല. അത് അതുവഴി അതിന്റെ കുറച്ചെങ്കിലും പ്രശ്നം നല്ല ഇസ്ലാമിന്റെ വാല്യൂസ് പരിമിതി ആളുകൾക്ക് എന്താന്ന് വെച്ചാല് കിട്ടുന്നുണ്ടല്ലോ എന്നാണ്. പറഞ്ഞുതരാം. ഇസ്ലാമിന്റെ പരിമിതി വെച്ചാൽ ഇസ്ലാമിൽ ഉണ്ടാവുന്ന മൊറാലിറ്റി മുഹമ്മദ് എന്ന് പറയുന്ന പ്രവാചകന്റെ കീഴിൽ ഒരു ജനതയെ രൂപീകരിക്കുമ്പോൾ, ഒരു ഉമ്മത്ത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ, ആ ഉമ്മത്തുമായി ബന്ധപ്പെട്ട മൊറാലിറ്റി ആ നൂറ്റാണ്ടിലെ കാലഘട്ടത്തിനനുസരിച്ച് ഉണ്ടാക്കിയതായിരിക്കും. ഉം, മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ, അതെ. ആയിഷയെ കല്യാണം കഴിക്കുന്നു. ഉം, അത് ആ കാലഘട്ടത്തിന്റെ ന്യായം മാത്രമേ നമുക്ക് അതിന് പറയാൻ പറ്റുള്ളൂ. പറയുള്ളൂ. പക്ഷെ നിങ്ങൾ ഇന്ന് നമുക്ക് വിമർശിക്കുമ്പോ അതിനെ അന്നത്തെ ന്യായീകരിക്കുമ്പോ ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യാറുണ്ടല്ലോ. എങ്ങനെ? നിങ്ങൾ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു, പക്ഷെ വിമർശിക്കുന്ന സമയത്ത് നിങ്ങൾ അന്ന് അത് അതെന്താ നടന്നില്ലെന്ന് പറയുന്നത്? പറഞ്ഞിട്ട് അതെ, ഇന്ന് പറഞ്ഞുതരാം. പറയാറുണ്ടല്ലോ. ഈ അപ്പൊ അത് മുഹമ്മദ് നബി ഇരട്ടത്താപ്പല്ലേ? അല്ല, ഇരട്ടത്താപ്പല്ല. അതെന്താ നിങ്ങൾ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം. ആ എന്തുകൊണ്ടാണ് മുഹമ്മദ് ആ കാര്യത്തിൽ വിമർശിക്കപ്പെടുന്നത്? അത് ആ ഇസ്ലാമുമായി ബന്ധപ്പെട്ട ഒരു അവകാശവാദത്തിന്റെ പ്രശ്നമാണ്. എല്ലാ ഉം, കാലത്തേക്കുമുള്ള മനുഷ്യർക്ക് ഏറ്റവും ഉത്തമമായ മാതൃക മുഹമ്മദ് നബിയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഈ ആയിഷ ഉം, കല്യാണത്തിൽ എന്ത് മാതൃകയാണുള്ളതെന്ന് ചോദിക്കുക. ഉം, മനസ്സിലായോ? ഇപ്പം ഉം, ഞാൻ അങ്ങനെയാണ് വിമർശിക്കാറുള്ളത് കേട്ടോ. അല്ലാതെ ഉം, മുഹമ്മദ് ഉം, നബിയെ വേറെ ഏതെങ്കിലും രീതിയിൽ ആക്ഷേപിക്കാൻ ഞാൻ ഈ ആയിഷ കല്യാണം ഒന്നും ഉപയോഗിക്കാറില്ല. പക്ഷെ ഉം, നമ്മളുടെ അവകാശം അതെന്തുകൊണ്ടാണ് ഈ ഗതികേട് വരുന്നത് വെച്ചാൽ ആ കാലഘട്ടത്തിന്റെ മൊറാലിറ്റി അല്ല ലോകാവസാനം വരെ. ഇപ്പൊ ഉം. എന്റെ മകൾ കട്ടാലും അവളുടെ കൈ ഞാൻ വെട്ടും എന്ന് മുഹമ്മദ് നബി പറഞ്ഞത് ഭയങ്കര ആവേശത്തോടെ നമ്മൾ പറയും. കട്ടവന്റെ കൈ വെട്ടുന്ന ക്രമം നമ്മൾ ഫിഖയിൽ പഠിക്കും, ഉം. അല്ലേ? അതെ. മോഷ്ടിച്ചവന്റെ കൈ മുറിക്കുന്നത് ഒരു ശിക്ഷാരീതിയായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, എനിക്ക് അത് വല്ലാണ്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ പറ്റാത്ത വെച്ചാൽ ഗോത്രകാലത്ത് മനുഷ്യനെ തലവെട്ടലും കൈവെട്ടലും ഒന്നും ഒരു പുത്തിരിയല്ല. അതൊക്കെ അന്ന് അവിടെ എല്ലാരും കാണുന്ന സാധനമാണ്. ഇന്ന് നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നമ്മളുടെ മൊറാലിറ്റി അന്നത്തെ മനുഷ്യന്റെ മൊറാലിറ്റിയിൽ നിന്നും വ്യത്യസ്തമാണ്. അതെ. കാരണം നമ്മൾ ഇന്ന് മനുഷ്യനെ കാണുന്നത് അന്ന് മനുഷ്യർ പരസ്പരം പരിചയമില്ലാത്ത മനുഷ്യരെ കണ്ടിരുന്ന പോലെയല്ല. അപ്പോ ഈ മൊറാലിറ്റി മനുഷ്യരോടൊപ്പം, മനുഷ്യന്റെ സാമൂഹികമായിട്ടുള്ള വളർച്ചയോടൊപ്പം, വിദ്യാഭ്യാസപരമായിട്ടുള്ള പുരോഗതിയോടൊപ്പം വളരും. അത് ഇനിയും വളരും, വികസിക്കും. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ആ പുതിയ വികാസങ്ങളെ ഉൾക്കൊള്ളുക. മുഹമ്മദ് നബി ഒരു മൊറാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്.
അതിൽ സംശയമൊന്നുമില്ല. കാരണം മുഹമ്മദ് നബി അവിടെ ഇന്ന് മുതൽ നമ്മളൊരു ഉമ്മത്ത് എന്നറിയപ്പെടും എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുകയാണ്. സൊസൈറ്റി രൂപീകരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തുണ്ടാവും? ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാവും. അതെല്ലാരും അംഗീകരിക്കണം. അതാണ് മൊറാലിറ്റി എന്ന് പറയുന്നത്. അതാണ് സോഷ്യൽ കോഡ് ഓഫ് കോണ്ടക്ട് എന്ന് പറയുന്ന സാധനം. ആ സാധനം ഉണ്ടാവും. പക്ഷെ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ നിയമം എല്ലാ കാലത്തേക്കും നമുക്ക് പ്രാക്ടിക്കൽ ആയിരിക്കൂല. അതിൽ കാലികമായിട്ടുള്ള പരിഷ്കരണങ്ങൾ വരുത്തേണ്ടി വരും. മനസ്സിലായി? ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, സ്ലേവറിയെ എക്സസൈസ് ചെയ്ത ആളാണ് മുഹമ്മദ് നബി. അപ്പൊ അതിന് പറയാവുന്ന ന്യായം അത് അന്ന് ആ കാലത്ത് ഉണ്ടായിരുന്ന സിസ്റ്റം ആണെന്നാണ്. പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇന്ന് അറിയാം സ്ലേവറി എന്ന് പറയുന്ന അത്രയും നീചമായ ഒരു വ്യവസ്ഥിതി മനുഷ്യ ചരിത്രത്തിൽ മനുഷ്യർ അനുഭവിച്ചിട്ടില്ല. കാരണം ഈ സ്ലേവുകളായി ജീവിച്ച മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ച് നോക്കുങ്ങള്. നമ്മളുടെ വീട്ടിലുള്ള ഒരാളാണെങ്കിൽ അപ്പൊ ആ കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യൻ ഒരു ഗോത്രത്തിൽ സ്വതന്ത്രമായി ഭാര്യയും ഭർത്താവും കൂടെ കിടന്നുറങ്ങിയ വീട്ടിൽ നിന്ന് ഭർത്താവിനെ കൊന്ന് ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി അണികൾക്കിടയിൽ വിതരണം ചെയ്യുന്ന മൊറാലിറ്റി, അതിനെ ഇന്ന് ന്യായീകരിക്കുമ്പോഴാണ് അത് വൃത്തികേടാവുന്നത്. അല്ലെങ്കിൽ വൃത്തികേടാണ്, അതിനിന്ന് ന്യായീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ വൃത്തികേടാണ്. അപ്പൊ അന്ന് അവരുടെ മൊറാലിറ്റി ആയിട്ട് അവരത് ചെയ്തു. അത് നമ്മൾ അംഗീകരിക്കാൻ പറ്റുമോ? ഇല്ല, അംഗീകരിക്കാൻ പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് പറ്റില്ല വെച്ചാൽ ഇതില് ഏറ്റവും ഉത്തമമായ മാതൃക ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രശ്നമാണ്. ഇതാണ് മൊറാലിറ്റി. അതല്ലാതെ ഇപ്പൊ ഈ പിന്നെ എന്താ പറയാ, അതല്ലാതെ നമ്മൾ ഈ പിന്നെ ഈ ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞനം കുത്താൻ വേണ്ടി മൗലവിമാർ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ അമ്മ പെങ്ങളൊക്കെ. അല്ല, അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ ഈ ഗോത്രങ്ങളിൽ പോയി യുദ്ധം ചെയ്ത് അവരുടെ വൈഫുമാരൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങോട്ട് കൊടുന്നു, അടിമകളാക്കി. മറിച്ച് അവരെ എന്താണ് അപ്പൊ ചെയ്യുക? ശരിയായ രീതി എന്തായിരിക്കും? അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ. ഒരു സ്വതന്ത്രമായ ഗോത്രത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. ഇനിയിപ്പോ ഒരു രാഷ്ട്രീയമായിട്ടുള്ള യുദ്ധമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സമ്പ്രദായം അല്ലേ ഞാൻ ചോദിക്കുന്നത്? ഇല്ല. മുഹമ്മദ് നബിന്റെ കൂട്ടത്തുനിന്ന് യുദ്ധത്തിലൂടെ അടിമയാക്കി കുടിച്ചുകൊണ്ടുപോയിട്ട് ഒരു മുസ്ലിമിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അപ്പൊ തുടക്കം കുറിക്കുന്നതെല്ലാം ഇനി നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യം ഞങ്ങൾക്ക് പറയാം. നിങ്ങൾ അറിയാൻ സാധ്യത ഇല്ലാത്ത ഒരു സാധനം പറഞ്ഞുതരാം. 1,00,000 ചില്ലാനം പ്രവാചകന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇസ്ലാമില്, അല്ലെ? അള്ളാഹുവിന്റെ ദീനില് അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി. ഈ അന്ത്യപ്രവാചകന് മാത്രമാണ് യുദ്ധം മുതലിൽ വീതം കൊടുത്തിട്ടുള്ള അള്ളാഹു. ഗനീമത്ത് എടുക്കാൻ അതിന്റെ മുമ്പത്തെ ഒരു പ്രവാചകന്മാർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ അതിലൊരു പന്തികേടില്ലേ? കാരണം മുഹമ്മദ് നബി ജീവിക്കുന്നതിനേക്കാളും മുമ്പത്തെ ഗോത്രകാലത്ത് ജീവിച്ച മനുഷ്യന്മാർക്ക് പോലും ഇല്ലാത്തൊരു അവകാശം മുഹമ്മദ് നബിക്ക് പ്രത്യേകമായിട്ട് കൊടുത്തപ്പോ അതിലൊരു പ്രശ്നമല്ലേ? അതുണ്ട്. നമ്മൾ അങ്ങനെ മോറൽ വെച്ച് നോക്കുമ്പോ കുറെ അന്ന് തെറ്റുകൾ നടന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് അതിൽ വിധി പറയാൻ നമുക്കത് ശരിക്കും പറ്റുന്നില്ലല്ലോ. അന്നത്തെ ശരികള് അവർക്കല്ലേ, അന്ന് ജീവിച്ചവർക്കല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. അത് ആ മനസ്സിലാക്കലാണ് ഇതിലെ ഏറ്റവും അടിസ്ഥാനം. അതല്ലാതെ ഞങ്ങൾക്ക് ഇതെങ്കിലും ഉണ്ട് നിങ്ങൾക്ക് എന്താ ഉള്ളതെന്ന് ചോദിക്കുന്നതിൽ ഒരു അർത്ഥമല്ല. നമ്മളത്തുള്ളത് വസ്തുനിഷ്ഠമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർ പങ്കുവെക്കുന്ന ഒരു പൊതു ധാർമ്മികതയാണ്. അത് നമ്മളുടെ ഈ ഗോത്ര ധാർമ്മികതക്ക് അപ്പുറത്തേക്ക് ആഗോള മാനവികമായിട്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് മനുഷ്യർ പോണം. അതാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്, അതാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തിൽ എവിടെയെങ്കിലും അപ്പൊ ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ചാല് മതമുള്ള വ്യക്തിക്ക് അതെങ്കിലും അവനെ പിറകോട്ട് വലിക്കുന്നുണ്ട്. അല്ല, അത് മാത്രല്ല അവൻ അതാണ് ഏറ്റവും മികച്ചത് എന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണേ. മനസ്സിലായോ? അതെങ്കിലും ഉണ്ടല്ലോ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. അതാണ് ഏറ്റവും മികച്ചത്, അതല്ലാത്തൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മളെ നാട്ടില് ഞങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾ മലപ്പുറം ഭാഗത്തു നിന്നാണെങ്കിൽ നമ്മളെ വീട്ടില് ഗൾഫുകാർ ഉള്ള വീടുകളിലൊക്കെ ഈ കുഴൽപ്പണം വരും. കുഴലായിട്ട് പൈസ അയക്കുന്ന ഏർപ്പാട്. ഈ കുഴലായിട്ട് പൈസ അയക്കുന്നതിന് മുസ്ലിങ്ങൾക്ക് മനസ്താപം തോന്നാത്തതിന്റെ കാരണം എന്താ അറിയോ? അത് ഇല്ലീഗലാണ്, ക്രിമിനൽ കുറ്റാണ്, രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ചെയ്യണത്. പക്ഷെ ആ പൈസ അയക്കാന് ദുബായിൽ ഇരിക്കണോനിക്കോ വാങ്ങാൻ ഇവിടുത്തെ ആജിയർക്കോ പറ്റുന്നത് എന്തുകൊണ്ടാ വെച്ചാൽ ഹവാല മതപരമായിട്ടുള്ള ധാർമ്മികത അനുസരിച്ചിട്ടുള്ള ഫിഖ്ഹി നിയമങ്ങളിൽ ഹവാല ഹലാലായതുകൊണ്ടാണ്. മനസ്സിലായോ? സ്വർണ്ണക്കടത്ത് നമ്മളിവിടെ പുകിലുണ്ടാക്കുമ്പോഴും സ്വർണ്ണക്കടത്ത് ഹറാമാണെന്ന് പറയാൻ മൗലവിമാർക്ക് പറ്റാത്ത എന്തുകൊണ്ടാ? മതത്തിന്റെ പരിമിതിയാണത്. അപ്പൊ അത് ആ കാലഘട്ടത്തിൽ നിയമം ഉണ്ടാക്കിയപ്പം അവിടെ അതിനെ ഡിസ്ക്രൈബ് ചെയ്ത ആളുകളുടെ പരിമിതിയാണ്. നമ്മൾ ഇന്ന് പാലിക്കേണ്ടത് അന്നുണ്ടാക്കിയ മതനിയമങ്ങളല്ല, നമ്മൾ ഏത് സമൂഹത്തിലാണോ ജീവിക്കുന്നത് ആ സമൂഹത്തിന്റെ പൊതു ധാർമ്മികതയാണ്. അവരുടെ വിശ്വാസപ്രകാരം അത് അവരുടെ സൃഷ്ടാവിന് എതിരല്ല എന്നുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ നമ്മള് അവരെ സംബന്ധിച്ച് സ്വർണ്ണക്കേസിൽ പിടികൂടുന്നത് വരെ ഉള്ളൂ സൃഷ്ടാവിന് ഹലാലാക്കിയ കാര്യം ചെയ്ത
മാന്യന്മാരാവുക? സ്വർണ്ണക്കേസിൽ പിടികൂടിയാലോ ക്രിമിനലാണ് നമ്മളെ നാട്ടില്, അല്ലെ? അതെ. അതാണ് മൊറാലിറ്റീനെ, നമ്മൾ അങ്ങനെയാണ് മൊറാലിറ്റീനെ മനസ്സിലാക്കേണ്ടത്. അതല്ലാതെ ഇതൊന്നുമല്ല. പിന്നെ ഈ മൊറാലിറ്റി പറഞ്ഞ് തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈംഗികതയിലേക്ക് വരുന്നത്. മനുഷ്യന്മാർ ഇത് മാത്രം കൊണ്ട് നടക്കുന്ന ആൾക്കാരൊന്നും അല്ലല്ലോ. പിന്നെ അതിനൊക്കെ ശാസ്ത്രീയമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടെന്ന് ഇപ്പൊ ലാസ്റ്റ് ബാസിൽ 24 പറഞ്ഞു കേട്ടു. അങ്ങനെ രക്തബന്ധത്തിലുള്ള ആളുകളുമായിട്ട് ലൈംഗിക ആകർഷണം തോന്നൂല, അത് ജനിതകമായിട്ട് തന്നെ അങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് ശരിയാണ്. ശാസ്ത്രം, ശരിയായിട്ടുള്ള ശാസ്ത്രം ആര് പറഞ്ഞാലും നമ്മൾ അംഗീകരിക്കണല്ലോ. പക്ഷെ എന്നാലും ബാസിൽ ടിവിന്ന് ഇറങ്ങി വന്നിട്ട് യുക്തിവാദികളോട് നിങ്ങൾ അമ്മ പെങ്ങൾ ബോയികളല്ലേ എന്ന് ചോദിക്കും. അതെന്തിനാ വെച്ചാല് ഉത്തരം മുട്ടിക്കാൻ പറ്റുമോ എന്ന് ശ്രമിക്കുന്നതാണ്. എന്നോട് പണ്ടവൻ ബാസിൽ അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ അതിനൊരു മറുചോദ്യം ചോദിച്ചിരുന്നു. അന്ന് പോയതാണ്, പിന്നെ എന്നോട് ചോദിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥ. ഞാനൊരു കോമൺ ചോദ്യം ചോദിക്കട്ടെ. ഇപ്പൊ ഈ നിങ്ങൾ മതത്തിനെയാണോ എതിർക്കുന്നത്, അതോ ഈ ഒരു സൃഷ്ടാവില്ല എന്നാണോ പറയുന്നത്? എന്താണ് കറക്റ്റ്? ഞാൻ ഇതിന്റെ നമ്മള് ഈ മതം മനുഷ്യരെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതിലാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഞങ്ങൾ അക്കീദയിലല്ല, അക്കീദയിൽ മാനുഷിക വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ ഉണ്ടാവുമ്പോൾ അതിലേക്ക് സ്വാഭാവികമായിട്ട് വരും. അതല്ലാതെ നിങ്ങളുടെ ഈമാനികമായിട്ടുള്ള കാര്യങ്ങളിലല്ല നമ്മൾ നോക്കണേ. നിങ്ങളെ ദീനിയാത്തല്ല അമലിയാത്താണ് വിശ്വസിക്കുന്നുണ്ടോ? ദീനിയാത്തല്ല അമലിയാത്ത. ഇല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ എന്റെ ഒരു യുക്തി എന്ന് വെച്ചാല്, ഇത് ഈ പിന്നെ വേൾഡ് അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തില്ല, നമുക്ക് തോന്നണേ. അല്ല, ഇപ്പൊ ഈ ഫ്ലവേഴ്സ്, അതായത് നമ്മൾ കഴിക്കുന്ന ഫലങ്ങള്, ആപ്പിള്, മുന്തിരി, ഇതൊക്കെ ആ ഒരു എല്ലാത്തിലും ഒരു ഭംഗി ഫീൽ ചെയ്യണില്ലേ? ചില പഴങ്ങൾ നല്ല ഭംഗി കണ്ടിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചത്തുവോ? ചത്തുപോകും. അത് ഓക്കെ. അത് ഔഷധങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യും. അത് മനുഷ്യന്റെ അങ്ങനെയൊന്നല്ല. അതെങ്ങനെയാന്ന് വെച്ചാല്, അതെ, നമ്മൾ ഈ ഭൂമി ഇങ്ങനെ ഇവിടെ കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ കറക്കി പമ്പരം കറക്കി വെച്ച പോലെ കറക്കി വെച്ചതാണെന്നാണ് നമ്മൾ പൊതുവെ പറയാ. അതായത് നമ്മൾ ഇവിടുന്ന് റിവേഴ്സ് ആയിട്ട് ചിന്തിക്കുകയാണ് അത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഇത് ഈ സൂര്യൻ, ഒരു പുതിയ കുട്ടിശാസ്ത്രജ്ഞൻ പറയുന്ന കേട്ടു, ഈ സൂര്യന്റെ അകലത്തിൽ ഇപ്പൊ ഭൂമി നിൽക്കുന്ന അതേ കൃത്യം അകലത്തിലായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നതെന്ന്. അതേമാതിരി ഭൂമിയുടെ കറക്കത്തിന്റെ സ്പീഡ് ഒരിത്തിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാല് കറങ്ങൂല, ജീവൻ ഉണ്ടാവില്ല എന്ന്. അത് ശരിയാണ്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആയതാണെന്നുള്ളതിന് തെളിവൊന്നുമില്ല. ഇത് ഇങ്ങനെ ആയതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ട്. അതങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. നിങ്ങളെ യുക്തി എങ്ങനെ നിങ്ങൾക്ക് വർക്കാവുന്ന? ഓരോ വ്യക്തികൾക്കും ഓരോ യൂണിക്നെസ് കൊടുത്തത്. അപ്പൊ ഫിംഗർ പ്രിന്റ് ആണെങ്കിലും അതൊക്കെ സൃഷ്ടാവില്ല എന്നുള്ളതിന്റെ അർത്ഥല്ലേ? ഇപ്പൊ നിങ്ങള് 10 സ്പൂൺ വാങ്ങി, ഒരു 10 കുപ്പി ഗ്ലാസ് വാങ്ങി വിചാരിക്കും, ഒരു ബ്രാൻഡിന്റെ. ആ 10 കുപ്പി ഗ്ലാസും 10 കോലത്തിലാണ് നിങ്ങൾ അത് ഉണ്ടാക്കിയ കമ്പനിക്ക് പണി അറിയില്ല എന്നല്ലേ പറയാ? പക്ഷെ അതൊക്കെ ഒരു ബ്രില്യൻസ് ആയിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. അല്ല, ഇത് അതിന്റെ സ്വാഭാവികതയിലാണ്. ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതുകൊണ്ടാണ് ഈ വൈവിധ്യം ഉണ്ടാവുന്നത്. അച്ചിൽ വാർത്ത പോലെ ഒരു എഞ്ചിനീയർ എഴുതി വെച്ച പോലെ ഒരു പ്രോഗ്രാം. ഇപ്പൊ നിങ്ങൾ ഏത് കമ്പനിയുടെ കാൽക്കുലേറ്റർ വാങ്ങിയിട്ട് 6+6 12 കിട്ടും. അത് ഒരു കാൽക്കുലേറ്ററിൽ 13, ഒരു കാൽക്കുലേറ്ററിൽ 15 കിട്ടുകയാണെങ്കിൽ ആ കാൽക്കുലേറ്റർ ഉണ്ടാക്കിയ ആൾക്ക് പണി അറിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അതേ സമയത്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുമ്പോൾ ഇത്തരം വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഈ വ്യത്യസ്തതകൾ ഒരു സൃഷ്ടാവില്ലായ്മയിലേക്കാണ് എന്നെ നയിക്കുന്നത്. നിങ്ങള് അതിന്റെ അത്ഭുതത്തിലായിരിക്കും ചിലപ്പോ ഉണ്ടാവുക. അതെ, അത് ശരിയാവും, വർക്കാവും, ശരിയായിക്കോളും. കുറച്ചുകൂടി സെൻസിബിൾ ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ നമുക്ക് തന്നെ ഉത്തരങ്ങൾ തെളിഞ്ഞു വരും. സമയം എടുക്കും, ക്ഷമ വേണം എന്ന് മാത്രമേ ഉള്ളൂ ആ കാര്യത്തില്. പിന്നെ ഇതേപോലെ സമാധാനം ഉണ്ടാവുക എല്ലാത്തിലും. തിരിച്ചും സംഭവിക്കുന്നില്ല. ഇപ്പൊ യുക്തിവാദികള് വിശ്വാസികളാവുന്നുണ്ട്, വിശ്വാസികൾ യുക്തിവാദത്തിൽ. സ്വാഭാവികമാണ്. അതിലൊന്നും അത്ഭുതമൊന്നുമില്ല. ഓരോ മനുഷ്യരും അവരവരുടെ നല്ല ബോധ്യത്തിൽ അവനവനോട് പിന്നെ വഞ്ചന കാണിക്കാതെ ജീവിക്കട്ടെ എന്നാണ് എന്റെ ഒരു നിലപാട്. അങ്ങനെ ജീവിക്കാൻ സമൂഹം എല്ലാരെയും അനുവദിക്കും വേണം. അപ്പൊ നിങ്ങൾക്ക് നാളെ വിശ്വാസം ഇല്ലാതായാൽ നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കും, നിങ്ങളെ ഭാര്യനെ പിരിച്ചുകൊണ്ടുപോകും, നിങ്ങളെ കച്ചവടം പൂട്ടിക്കും എന്ന അവസ്ഥയും മാറണം. ഒരാൾക്ക് ഇസ്ലാമിലേക്ക് വന്നാൽ അയാൾക്ക് അവിടെ പോവാം. ഇപ്പം അയ്യൂബ് മൗലവി ഇസ്ലാമിലേക്ക് പോയില്ലേ, ഒരു കാലത്ത് ഭയങ്കര. അവരൊന്നും ആക്ഷേപിക്കാൻ നമ്മളില്ല. പക്ഷെ അങ്ങനത്തെ ആൾക്കാർക്ക് അവരുടെ മാറ്റത്തിന്റെ കാരണം പറഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. ഇപ്പൊ സൊസൈറ്റിയില് ഇപ്പൊ ഒരാളുടെ അയാള് മുസ്ലിമാണ്, പക്ഷെ അയാൾക്ക് വിശ്വാസം ഇല്ല. അപ്പൊ അങ്ങനത്തെ ആളുകൾ ഒരുപാടുണ്ടല്ലോ. അപ്പൊ അവര് ഉറക്കെ അതിനെതിരെ സംസാരിച്ചാല് അവര് സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിട്ട് അവരുടെ കല്യാണക്കാരെ നടക്കാതിരിക്കുക, അങ്ങനെ പലതും ഈ സൊസൈറ്റിയിൽ അത് മുർത്തദ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഈ പ്രശ്നം വരുന്നത്. മുർത്തദിനോടുള്ള അത് അന്നത്തെ മൊറാലിറ്റിയാണ്. ഇതും നിങ്ങൾ തിരിച്ച് മൊറാലിറ്റിയിലേക്ക് പോകും. അന്നൊരു ഗ്രൂപ്പിനകത്തുനിന്ന് പുറത്തു പോകുന്നവനെ അവനെ നിഷ്കാസനം ചെയ്യാന്നുള്ളതാണ് അന്നത്തെ ഒരു ഗ്രൂപ്പിന്റെ, അന്ന് മുഹമ്മദ് നബി ഉണ്ടാക്കിയ സൊസൈറ്റിയുടെ അവസ്ഥ.
ആ മുർത്തദിനെ കൊല്ലല് ഇപ്പോഴും നമ്മളെ 12ാം ക്ലാസ്സിൽ ഫിക്കയിൽ പഠിപ്പിക്കണേ. മുർത്തദ് പറഞ്ഞ കൊല്ലപ്പെടേണ്ട. അപ്പം മതദൃഷ്ടിയ കൊല്ലപ്പെടേണ്ടവനായ ഒരാളോട് ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ പോലും ആത്മീയമായിട്ട് അല്ലെങ്കിൽ മാനസികമായിട്ട് ഒരു അകലമോ വെറുപ്പോ അവന് സ്വാഭാവികമായിട്ടുണ്ടാവും. അതവന്റെ സ്വാഭാവികമായിട്ട് ജീവിതം അതിൽ തടസ്സം ഉണ്ടാക്കാൻ അവനെ പ്രേരിപ്പിക്കും. അവനെ എങ്ങനെയും ബുദ്ധിമുട്ടിക്കാന്, പ്രഷർ ചെയ്യാനോ, അവനെ തിരിച്ചു കൊണ്ടുവരാന്. ഇപ്പൊ ഭാര്യനെയും മക്കളെയൊക്കെ പിരിച്ചു കൊണ്ടുപോയിട്ട് പരമാവധി നിങ്ങൾ ഷഹാദത്ത് കലിമ ചെല്ലാൻ ഞാൻ വരാന്ന് ഇപ്പൊ പറയുന്നുണ്ട് എന്നൊക്കെ പറയും. കുട്ടികളെ കിട്ടണമെങ്കിൽ കലിമ ചെല്ലാൻ പറയും. അപ്പൊ ഇതൊക്കെ തരം ഒരു ഫാസിസാണ്. ഇതിനെതിരെ ശബ്ദിക്കുന്നവരൊക്കെ ഒറ്റപ്പെടുന്നുണ്ട്. ഒറ്റപ്പെടും. വിളിച്ച നിങ്ങളുടെ ഫ്രണ്ട് അതാ പറഞ്ഞ ഒറ്റപ്പെടും, സ്വാഭാവികമാണ്. ആ അവസ്ഥ മാറണം എന്നാ ഞാൻ പറഞ്ഞത്. ഓരോ ആളുകളും അവരവരുടെ ബോധ്യത്തിൽ നിൽക്കുകയും അവനവന്റെ ബോധ്യത്തിൽ ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും വകവെച്ചു കൊടുക്കും വേണം. ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനും രക്തബന്ധത്തിനപ്പുറത്തേക്ക് മനുഷ്യരെ നമ്മൾ ആശയപരമായിട്ട് പിന്നെ അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പൊ ഇതിപ്പോ എന്റെ ഫ്രണ്ടാണല്ലോ എനിക്ക് ഫോൺ കൈമാറിയത്. അപ്പൊ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാല് അവന് ഇതിനെതിരെ പരസ്യമായിട്ട് ശബ്ദിക്കുന്ന ഒരാളാണ്. അതായത് അവനെ ഇപ്പൊ ഒരാള് ഇസ്ലാമികപരമായിട്ട് ഉപദേശം കൊടുത്താലും അവരോടും ശക്തമായിട്ട് അതിന് മറുപടി കൊടുത്ത് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരാളാണ്. അപ്പൊ അവനക്ക് ഇപ്പൊ മാരേജ് ലൈഫായിട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ അവനക്ക് മാരേജ് ലൈഫ് എന്തായാലും സെറ്റ് ആവൂല ഈ നാട്ടിൽ നിന്ന്. അപ്പൊ അവൻ എന്ത് വഴിയാണ് സ്വീകരിക്കേണ്ടത്? അവനൊരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകണ്ടേ? അല്ലെ ഞാൻ പറഞ്ഞത്, ഈ പിന്നെ മതപരമായ ഫാമിലികളുമായി ബന്ധപ്പെട്ട അറേഞ്ച്ഡ് മാരേജല്ലേ നടക്കൂലാത്തുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിക്കുന്നതും അല്ല ശരിക്കും. കല്യാണമൊക്കെ ഒരു രണ്ട് വ്യക്തികൾ തമ്മിൽ ഉണ്ടായ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട കല്യാണല്ലേ. അപ്പൊ ഞാൻ ഇവനോടുള്ള ഇഷ്ടത്തിന്റെ പേരിൽ ഞാൻ ഇവനോട് എപ്പോഴും പറയും, അത് സംഭവിക്കും. മനസ്സിൽ ഇതുള്ളത് നീ പരസ്യമാക്കണ്ട. അല്ല, അത് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ഒരു ചതിയായിരിക്കും. ഇപ്പൊ ഒരാൾക്ക് വിശ്വാസമില്ല, അതേ സമയത്ത് വിശ്വാസിയായി അഭിനയിച്ചിട്ട് വിശ്വാസമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഇയാൾ വിശ്വാസിയാണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് വിശ്വാസമുള്ള ഒരു പെൺകുട്ടി ഇയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ആ വ്യക്തിയോട് കാണിക്കുന്ന ചതിയായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം എന്താ വെച്ചാല് അവര് ഈ വിശ്വാസത്തോട് സഹിഷ്ണുത ഉണ്ടോ ഇല്ലേ, അവർക്കത് അംഗീകരിക്കാൻ പറ്റൂല. അതിനേക്കാൾ ഒരാളെ ചതിച്ചിട്ട് നമ്മൾ ഫാമിലി ഉണ്ടാക്കണേക്കാളും നല്ലത് നമ്മൾ ഒറ്റാൻ തടിയായിട്ട് നടക്കണല്ലേന്ന്. അതാണ് നമ്മളുടെയൊക്കെ മൊറാലിറ്റി അങ്ങനെയാണ് കേട്ടോ. ഒരാളെ നമ്മള് പറ്റിക്കാൻ പാടില്ലല്ലോ. അതൊക്കെ നടക്കുന്ന നിങ്ങൾ ബേജാറായില്ലേ, നടക്കും. എനിക്ക് 31 വയസ്സായി. സത്യം പറഞ്ഞാൽ നിങ്ങളെ പരിചയപ്പെടുത്തി എനിക്ക് യൂട്യൂബ് കാണിച്ചത് നല്ലൊരു വിശ്വാസിയാണ്, ഒരു അസീബ് പറഞ്ഞ ഒരുത്തനാണ്. ഈ ലിയാഖത്തിന്റെ ആളാണോ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ നിങ്ങളെ ഈ സംഭവം തന്നെ കാണുന്നത്. കാരണം ഞാൻ എന്റെ 19ാമത്തെ വയസ്സിൽ ഈ പരിപാടിയൊക്കെ നിർത്തിയിരിക്കണ്. എനിക്ക് അന്നേ ഇതില് വലിയതൊന്നുമില്ല. ഇതൊക്കെ മൊയ്ലിയന്മാരെ ഓരോരുത്തരെ പ്രശസ്തിക്കും പൈസ ഉണ്ടാക്കാനും വേണ്ടിയുള്ള സംഭവം എനിക്ക് കത്തിയിരിക്കണേ. ഏകദേശം 19 വയസ്സായപ്പോ തന്നെ ഞാൻ പിന്നെ ഈ പോയി. പിന്നെയാണ് ഇപ്പൊ ഓരോരുത്തർ ചോദിക്കും എന്താണ് ഇത് പള്ളിക്ക് കയറാത്തുള്ള കാരണം എന്ന്. അപ്പൊ ഞാൻ നമ്മളൊരു എന്തായിരുന്നു ഇൻഫിഡൽസിൽ ഉണ്ടല്ലോ ഒരു നമ്മളെ കത്തീബ് ഉണ്ടായിരുന്നല്ലോ, മൂപ്പരെ മറ്റേ നമ്മളെ കുത്തുബന്റെ ഏടുണ്ടല്ലോ, ആ വീഡിയോ കാണിച്ചു കൊടുക്കും. കുത്തുബന്റെ ഏടിന്റെ മലയാളം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മറ്റേ ബരെ പിരായി പറയണേ കാഫിരിങ്ങളെ. ഇത് പറഞ്ഞിട്ടാണ് ഇതിനാണ് നിങ്ങൾ ഈ ആമീൻ 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 എന്ന് പറഞ്ഞത്. ഇത് പറയാൻ നിങ്ങൾക്ക് സൗകര്യമില്ല, ഇത് നിങ്ങൾ ഓക്കെയാണ്, ഇതാണ് നിങ്ങളവിടെ വെള്ളിയാഴ്ച പോയിട്ട് ചെയ്യണത്. എനിക്കിന്റെ മാനസികതയിൽ ഇത് ചെയ്യാൻ ബാക്കിയുള്ളവരെ പിരായി പറയാൻ എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തതെന്ന് പറയും. പിന്നെ എനിക്ക് ഇതിനൊരു തീരെ വെറുപ്പോന്ന് ഞാൻ തരാം. എന്റെ ഉമ്മ വീട്ടിൽ നിന്ന് പറഞ്ഞത് ഇതാണ്, അനക്ക് തിന്നാൻ തരുന്ന ഒരു പട്ടിക്ക് തിന്നാൻ കൊടുക്കണതിനെക്കാട്ടിയും മോശമുള്ള കാര്യമാണ്. മൊയ്ലിയന്മാരെ വയല് കേട്ടിട്ടാ പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നിസ്കരിക്കാത്തവന് പട്ടിന്റെ വിലയാണെന്നാണ് ഇസ്ലാമിലുള്ളത്. പട്ടിന്റെ അത്രയും വിലയില്ല, പട്ടിനെക്കാട്ടി താന്നിട്ടാണ്. അപ്പോ ഞാനിപ്പോ ഇവരുടെ വിളിക്കാൻ ഇവര് സോഫ്റ്റ് കോർണർ മുസ്ലിംസ് ആണ്. ഗാന്ധിജി സ്വർഗത്തിലാവും എന്നൊക്കെയുള്ള ഇതാണ്. പക്ഷെ സമൂഹത്തിൽ ഞാൻ പറഞ്ഞത് സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റാണെന്ന് പറയാം. അത്ര മാറ്റങ്ങൾ അക്നോളജ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇവരോടൊക്കെ സഹകരിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഞാൻ പറഞ്ഞ അപ്പോഴും പേരോട് ഞാൻ മുസ്ലിംസിനല്ലേ എതിർക്കണേ, ഇതിന്റെ ഉള്ളിലുള്ള നിയമങ്ങളെയാണ് ചോദ്യം ചെയ്യണത്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ കാരണം ഇവിടെ ദൈവത്തിന്റെ ആൾക്കാർ വരും, മറ്റെന്താ അറിയാം,
അപ്പൊ അവര് പറയും ഇസ്ലാം ഏറ്റവും മികച്ച നിയമം. ഞാൻ ചോദിച്ചു അവരോട്, ഞാനിപ്പോ പെണ്ണെട്ടി അല്ലെങ്കിൽ നിങ്ങളെ പെണ്ണുങ്ങളെ ഒഴിവാക്കി, അപ്പൊ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ കുട്ടികളും ഇവരൊക്കെ പറയാണ് പിന്നെ നിങ്ങൾക്ക് ഒരു വിചിന്തനം ഉണ്ടായി ഓളന്നെ മതിയേനിന്ന്. അപ്പൊ ഇനിയിപ്പോ ഞാനൊന്ന് കെട്ടിയിട്ടല്ലേ നിങ്ങൾക്ക് കെട്ടാൻ പറ്റുള്ളൂ, അതാണ് ഇത്ര മുന്തിയ നിയമം? അതോ നമ്മളെ ഇന്ത്യൻ നിയമപ്രകാരം സ്ത്രീവിരുദ്ധമായ വേറെ നിയമം എന്താ? നിയമപ്രകാരം ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാല് ഡിവോഴ്സ് ചെയ്ത് നമുക്ക് ഒന്നും കൂടി രജിസ്റ്റർ ചെയ്തോട്ടെ, അതല്ലേ നല്ലതെന്ന് ഞാൻ ചോദിച്ചു. അതന്നെ പ്രശ്നം. പിന്നെ പെരിയിലെത്തി നാട്ടുകാർ മൊത്തം വാദമായി സീനായി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ നിസാവും ഇതൊക്കെ കാണിച്ചു കൊടുക്കുമ്പോ അത് അങ്ങനല്ല, അടിക്കാന് മറ്റേ പക്ഷെ ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ നിങ്ങൾക്ക് പറയാനും നിങ്ങളെ സുഹൃത്തുക്കളൊപ്പം ഇരിക്കാനും പറ്റുന്നുണ്ട് എന്ന് പറയുന്നതാണ് സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം. ആ മാറ്റം ഉണ്ടാവണം. അത് കുറച്ചുകൂടി വിശാലാർത്ഥത്തിൽ നമുക്ക് ആരോടും സംസാരിക്കാനും പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ട്, നല്ലോണം ഉണ്ട്. നിങ്ങൾക്ക് ഒരു 10-25 കൊല്ലം മുമ്പ് ഇങ്ങനത്തെ ഡയലോഗ് അടിച്ചാൽ മലപ്പുറത്ത് നടക്കാൻ പറ്റുമോ? അതാണ് ആ മാറ്റത്തിനെ നമ്മൾ അക്നോളജ് ചെയ്യുക. പുതിയ തലമുറയിൽ പുതിയ ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, സഹിഷ്ണുത ഉണ്ട്, ചർച്ച ചെയ്യാൻ തയ്യാറാവുന്നുണ്ട്. ഇവരിപ്പോ പറഞ്ഞ എന്താ ഒരുത്തരെ വരെ ഇന്നെ ഉപദേശിക്കാൻ പോനോട് ഞാൻ ചോദിച്ചു ഈമാൻ കാര്യങ്ങൾ എത്രണ്ണാന്ന്. അതോനക്ക് അറിയില്ല. ഇത് ചെയ്യണ്ടെന്ന് പറഞ്ഞു, ഇനി പറയേണ്ട ജാതി അത് നോക്ക് ഇങ്ങോട്ട്. പിന്നെ വേറൊരു സക്കാത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് വീടേൽ ആർക്കൊക്കെയാണ്? അവൻ പറഞ്ഞു പാവങ്ങൾക്ക് മിസ്കീന്മാർക്കും. അപ്പൊ ഞാൻ ചോദിച്ചാൽ വേല എന്റെ അടുത്തുള്ള ഹിന്ദുക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട് വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ തന്നെ നമ്മളൊരു തങ്ങള് കമ്പനിക്കാരുണ്ടായിരുന്നു, മുപ്പര് വീഡിയോ കോൾ ചെയ്യുന്നുണ്ട്. മുപ്പരോട് വെച്ച് സക്കാത്ത് വീടേല് കൊടുത്തു കഴിഞ്ഞാൽ വീടേൽ ആർക്കാന്ന്. മൂപ്പര് കറക്റ്റ് പറഞ്ഞു ഫസ്റ്റ് ഓന് മുസ്ലിം ആയിരിക്കണം, മുസ്ലിമിന് അത് പറഞ്ഞിട്ട് വിശ്വസിക്കണം. പിന്നെ അതേമാതിരി നബിന്റെ കാലത്ത് എന്തുകൊണ്ട് വിശ്വസിക്കാത്തറിയോ? അതായത് ഈ ഇപ്പൊ എന്നോട് ചോദിക്കുന്ന ആ ചോദ്യം ചോദിക്കുന്ന സുഹൃത്ത് അയാളുടെ മൊറാലിറ്റി ഈ വർഗീയത ഇതിനകത്തുള്ള ഈ വിഭാഗീയ ചിന്ത അംഗീകരിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നന്മ പഠിപ്പിച്ച മതത്തില് അങ്ങനെ ഒരു നിയമം ഉണ്ടാവും അയാൾ വിചാരിക്കുന്നില്ല. അത് ശരിയായിക്കോളും. എന്തായാലും നല്ല പോസിറ്റീവായിട്ടുള്ള മാറ്റാണ്. എന്തായാലും ലൈവ് തുടങ്ങാനായാ? ഇന്നത്തെ ലൈവ് വേറെ ഇതിന് മുമ്പത്തെ ഒരു കോളിൽ മിസ്സായി പോയി. അപ്പൊ ഇനിയിപ്പോ നാളെ ലൈവ് ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ സമയത്ത് കോൾ എടുത്തത്. കുഴപ്പമില്ല, നാളെ കാണാം. ശരി ശരി. വലൈക്കും അസ്സലാം. ശരി ശരി. ഓക്കെ.